ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. റാണി, താങ്കളുടെ ആദ്യത്തെ സിനിമ ഹിറ്റായില്ല. അതെ. അടുത്ത സിനിമ ഇത് സത്യമാണോ? ഷാരൂഖ് ഖാനാണ് താങ്കളെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതെന്ന് അതില്? അതെ അതെ, അത് സത്യമാണ്. ഞാൻ അറിഞ്ഞിട്ട് അദ്ദേഹം രാജാക്കി ആയേഗി പടത്തില് സീൻ കണ്ടിട്ട് അതിൽ ഞാൻ കൊടുത്ത ഒരു എക്സ്പ്രഷൻ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായി. അതേത് പാട്ടാന്ന് വെച്ചാ രാജാക്കി ആയി ഹൈ ബരാത്ത് മേരെ ആംഗൻ മേ, ആ പാട്ട് എന്നെ ഉന്നതിയിലെത്തിച്ചു. ഞാൻ രാജാക്കി ആയേഗി പാട്ട് പാടിയപ്പോ ഷാരൂഖിന് വളരെയധികം ഇഷ്ടമായി. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കരൺ ആ പടത്തിലെ റോളിന് വേണ്ടി ഒരു 8-ലധികം ഹീറോയിനീസിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ അടുത്ത് വേറൊരു ചോയ്സും ഇല്ലായിരുന്നു. സോ ഐ വാസ് ദ ലാസ്റ്റ് ചോയ്സ്. 8 ഹീറോയിൻസിനെ റിജക്ട് ചെയ്യാൻ കാരണം ഷാരൂഖിന്റെയും കാജോളിന്റെ നടുക്ക് ശല്യം അവതരിക്കാൻ വേണ്ടി കരൺ ശല്യമായിട്ട് ഇരിക്കണമെന്നാണ് വിചാരിച്ചത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ ശല്യം സഹിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു ശല്യമായിട്ട് തന്നെ ഇരിക്കാമെന്ന്, എല്ലാം ഞാൻ നോക്കിയോളാന്ന്. അതുകൊണ്ട് എന്റെ റെഡ് സീൻ ഫസ്റ്റ് സീനിലേ എടുത്തു. ഓഡിയൻസിന് ഞാൻ ആ മൂവിയിൽ ഇല്ലെന്ന് തോന്നാൻ വേണ്ടി. സിനിമയിൽ നോക്കുമ്പോ എന്റില് കാജോളും ഷാരൂഖും ജോഡിയാകും. സോ കരണെ സംബന്ധിച്ച് ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. സോ ഫസ്റ്റ് സീനിലെ പറഞ്ഞിട്ടുണ്ട് ഇവൾ ഈ പടത്തില് ഒരു ശല്യമാണെന്ന്. പക്ഷെ ആക്ച്വലി അത് ശല്യമല്ലെന്ന്. പക്ഷേ ആ റോളിന് വേണ്ടി 8 പേരെയാണ് റിജക്ട് ചെയ്തത്. അതെ അതെ അതെ, പിന്നെ താങ്ക് ഗോഡ് അതിലെന്നെ റിജക്ട് ചെയ്തു. അതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. താങ്കൾ പൂജാ ഭട്ടിനോട് നന്ദി പറയണം. ഗുലാം സിനിമയിൽ അവര് റിജക്ട് ആയി. ഞാൻ എല്ലാരോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഏത് ഹീറോയിനീസ് ആണോ ആ മൂവിയിൽ അഭിനയിക്കാതിരുന്നത്, പിന്നെ ഞാൻ അതിൽ അഭിനയിച്ചതിന് എല്ലാരോടും നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, അതായത് ഓരോരുത്തർക്കും ഓരോ കാര്യം എഴുതി വെച്ചിട്ടില്ലേ, അതുപോലെ ഓരോ റോളിനും പേരെഴുതി വെച്ചിരിക്കും, ആക്ടറുടെ പേര്. എനിക്ക് കിട്ടേണ്ട റോള് എനിക്ക് തീർച്ചയായിട്ടും കിട്ടും. ഏത് ഞാൻ ചെയ്യണോ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യേണ്ടി വരും. പറഞ്ഞു വന്ന ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. ഐശ്വര്യ, അതെ, സിനിമയുടെ കുറച്ച് ഭാഗം ചെയ്തിട്ട് അവർ വിട്ടു. ആ റോളും താങ്കൾക്ക് വന്നു. അതെ അതെ. ആ മൂവി ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂവിയാണ്. ഇതിന് ഷാരൂഖിന്റെ അടുത്ത് നിറയെ ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, ഞങ്ങളൊരു ആക്ട്രസ് ആണ്. ഞങ്ങളുടെ അടുത്തൊരു മൂവി വന്നു കഴിഞ്ഞാൽ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഷാരൂഖിന്റെ അടുത്ത സുഹൃത്താണ്. ചലത്തെ മൂവിക്ക് വേണ്ടി എന്നെ കാണാൻ വന്നപ്പോ ഈ പടം ചെയ്യണോന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു. ഷാരൂഖ് എങ്ങനെയുള്ള ഒരു സ്റ്റാർ ആണെന്ന് വെച്ചാ, എന്റെ കരിയറിൽ നിറയെ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തും ധാരാളം പഠിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എന്റെ നല്ലൊരു സുഹൃത്താണ്. ഒബ്വിയസ്ലി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തപ്പോ ആ മൂവിയുടെ കാര്യത്തിന് എന്റെ അടുത്ത് വരുമ്പോ തീർച്ചയായിട്ടും എനിക്ക് നോ പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തോടൊപ്പം കഫി അൽവിദേന കഹന, അതെ, അതിലെ റോളും കാജോള് റിജക്ട് ചെയ്തിട്ടാണ് താങ്കൾക്ക് ലഭിച്ചത്. ഇതൊക്കെ കരണിനും കാജോളിനും ഇടയിലുള്ള വിഷയങ്ങളാണ്. ആർക്ക് റോള് കിട്ടും, സിനിമയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സിനിമയിൽ നിറയെ റോളുകൾ ഞാനും റിജക്ട് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ആക്ട്രസിന്റെ അടുത്ത് പോവും. ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ സാധാരണ കാര്യമാണ്. ഷാരൂഖിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം താങ്കളെ പ്രശംസിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, അർദ്ധരാത്രി റാണിയോട് ഒരു ക്യാരക്ടർ വന്ന് ചെയ്യാൻ പറഞ്ഞാൽ പോലും റാണി വന്ന് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ അതെ, അത് സത്യമാണ്. അമീറിനും ഷാരൂഖ് ഖാനും വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കാനും ഞാൻ തയ്യാറാണ്. എന്താന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ നിറയെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ കൂടെ എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചത്, അപ്പോഴേ അവര് വലിയ സൂപ്പർ സ്റ്റാർ ആണ്. ചെറിയ വയസ്സ് മുതലേ ഞാൻ അമീറിന്റെ മൂവീസൊക്കെ കണ്ടു വളർന്നാണ്. കയ്യാമത്ത് സേ കയ്യാമത്ത് മൂവി റിലീസായപ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടാണ് വളർന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ ഹീറോയിനായിട്ട് നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ ഹീറോയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. പക്ഷെ ഒരിക്കൽ പോലും അമീറും ഷാരൂഖ് ഖാനും ഒരു വലിയ ഹീറോയുടെ കൂട്ട് എന്നോട് കാണിച്ചിട്ടേയില്ല. ഞാനൊരു പുതിയ ആർട്ടിസ്റ്റ് ആണെന്ന ഭാവമില്ലായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എന്റെ കരിയറിൽ വളരെ നല്ലതാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിക്കുന്നു ഇത്രയും വലിയ സ്റ്റാറുകളൊക്കെ അവരുടെ ജോലിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുമെന്ന്, സിൻസിയറായിട്ട് വർക്ക് ചെയ്യും. ഇതുപോലെ ആയിരിക്കണം ഇരിക്കേണ്ടതെന്നും, അതായത് വിജയം എന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല എന്നുള്ളത്. ആ വിജയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എത്ര കഠിനമായിട്ട് പരിശ്രമിക്കണമെന്നൊക്കെ അവരുടെ അടുത്തുനിന്നാണ് പഠിച്ചത്. സോ I have been inspired them. വീർ സാറയിലെ അഭിനയത്തിന് താങ്കൾക്ക് ശരിക്കും പ്രശംസകൾ കിട്ടി. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, പ്രസിഡന്റ് മുഷാറഫ് ആ ക്യാരക്ടർ കണ്ടിട്ട് താങ്കളെ പ്രശംസിച്ചതായിട്ട്. അത് സത്യമാണോ? അതെ. അപ്പൊ എന്നെ അദ്ദേഹം ലഞ്ചിന് വിളിച്ചു, ഡിന്നറിന് വിളിച്ചു.
ആ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമായി. ആ സമയത്താണ് വീർ സാറ മൂവി റിലീസായത്. അത് വളരെ നല്ലൊരു മൂവിയായിരുന്നു. നല്ല മെസ്സേജ് ഉള്ളൊരു മൂവിയായിരുന്നു. ആ മൂവിയിലാണെങ്കിൽ ആ സമയത്ത് പാകിസ്ഥാനിലെ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫും ആരൊക്കെയാണ് ക്യാബിനറ്റിന് വന്നത്, പാകിസ്ഥാനിലുള്ളവര് വീർ സാറെ വളരെയധികം പ്രശംസിച്ചു. പിന്നെ ഇതുപോലെ നിറയെ മൂവീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള മൂവീസിന് അദ്ദേഹം വളരെയധികം ഫാനാണെന്നും വൈഫും അതുപോലെയാണെന്നും. അത് കേൾക്കാൻ തന്നെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ താങ്കളുടെ കൈ പിടിച്ചിട്ട് കുറെ നേരമായി വിട്ടില്ലെന്ന്. ബട്ട് ഷീസ് വളരെ ഭംഗിയുള്ളൊരു ലേഡിയായിരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു. അവരെ അന്ന് തന്നെ രാഷ്ട്രപതി ഭവനിൽ പോയി താങ്കൾ കണ്ടു. പ്രസിഡന്റ് അബ്ദുൽ കലാമാണ് താങ്കളെ ക്ഷണിച്ചത്. പിന്നെ കലാം സാർ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ മറക്കാനേ കഴിയില്ല. അതുപോലുള്ളൊരു മനുഷ്യനെ കാണുന്നത് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു മനുഷ്യനാണ്. അബ്ദുൽ കലാം സാർ എന്റെ ബ്ലാക്ക് മൂവിയെപ്പറ്റി സംസാരിക്കുമ്പോൾ മുഷറഫ് സാറിനോട് പറഞ്ഞത് ഈ മൂവി തീർച്ചയായിട്ടും കാണണമെന്നാണ്. എനിക്കത് വളരെയധികം സന്തോഷമുണ്ടാക്കി. ബ്ലാക്കിൽ താങ്കളുടെ പെർഫോമൻസ് സത്യത്തെ വളരെ നന്നായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ദിലീപ് കുമാർ സാർ പ്രശംസിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയായിട്ട് കേട്ടു. സത്യമാണോ അത്? അതെ. ദിലീപ് കുമാർ അങ്കിളും പിന്നെ ഡാഡിയും വളരെ കാലം മുതലേ വലിയ ഫ്രണ്ട്സായിരുന്നു. ഡാഡി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ലീഡർ. ആ പടത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഒരു പഴയ സൗഹൃദം അവർക്കുള്ളിലുണ്ടായിരുന്നു. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ സൈറ ആന്റിയും ദിലീപ് കുമാർ അങ്കിളും എന്നെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. രണ്ടുപേരും ചേർന്ന് എന്നെ എൻകറേജ് ചെയ്തു. പിന്നെ ബ്ലാക്ക് പ്രീമിയർ വന്ന സമയത്ത് എനിക്ക് അടുത്ത ദിവസം തന്നെ ഒരു ലെറ്റർ കിട്ടി. ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി. വീണ്ടും എൻ്റെ ടാപ്പ് ഓപ്പണായി, എൻ്റെ പൈപ്പ്. പിന്നെ എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആരെന്ന് വെച്ചാൽ അത് ദിലീപ് കുമാർ സാറാണെന്ന്. അദ്ദേഹത്തിന്റെ അഭിനയത്തെ ജനങ്ങൾ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് എനിക്കൊരു പ്രശംസ കിട്ടുകയാണെങ്കിൽ ഈ യാത്ര, അതായത് എന്റെ കരിയറിൽ, അതായത് ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ച പോലെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തോന്ന് സാധിച്ചതുപോലെ. ദിലീപ് സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഗ്രേറ്റ് പെർഫോമറാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശംസ ലഭിക്കുന്നത് വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ്. അതെ. അമിതാഭ് ബച്ചൻ താങ്കളോടൊപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതെ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. എന്താന്ന് വെച്ചാ അമിതാഭ് സാറിനെ പോലൊരു മനുഷ്യൻ ഇതുവരെ അദ്ദേഹത്തിന് എത്രത്തോളം എന്തോസിസം ഉണ്ടോ, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിലൊരു കുട്ടി വന്നതുപോലെയാവും. കാരണം അദ്ദേഹത്തിന്റെ എനർജി, ഇറ്റ് വാസ് സോ യങ്. പിന്നെ ഞങ്ങളെപ്പോലെ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് നിറയെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അദ്ദേഹം ഞങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊട്ട് ലിവിങ് ലെജൻഡുമാണ്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താന്ന് വെച്ചാ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫ്രെയിമിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ പടത്തില് ചെറിയ വയസ്സ് മുതലേ അദ്ദേഹത്തിനെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കൊക്കെ അമിതാഭ് ബച്ചനെ കാണുമ്പോൾ എന്റെ ദൈവമേ, അമിതാഭ് ബച്ചന്റെ പടം. ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അങ്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അമിതാഭ് സാറിന് വിളിക്കും. പക്ഷെ ആ സമയത്ത് അമിതാഭ് ബച്ചൻ.